ഇപ്പോൾ ഷിജിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. കാറിടിച്ച് 9 വയസ്സുകാരി കോമയിലാവുകയും മുത്തശ്ശി മരിക്കുകയും ചെയ്ത കേസിലെ പ്രതി കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വച്ചാണ് ഇന്ന് പിടിയിലായത്. ഷെജിലുമായി അന്വേഷണ സംഘം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ പ്രതി കൂട്ടാക്കുന്നില്ല. ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇയാളെ വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. ഷിജിലിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായാണ് വടകരയിൽ നിന്നുള്ള പോലീസ് സംഘം കോയമ്പത്തൂരിലേക്ക് എത്തിയതും. കഴിഞ്ഞ വർഷം ദേശീയപാതയിൽ നടന്ന വാഹനാപകടമാണ്. ഈ നിർത്താതെ പോയ വാഹനം പോലീസ് കണ്ടെത്തിയത് പോലും 9 മാസങ്ങൾക്കു ശേഷമാണ്. പിന്നീട് ഈ പ്രതി ഷെജിലിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കിയിരുന്നു. ഇന്നാണ് ഇയാൾ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായത്. ഇയാൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നും ഇയാൾ ഒരു തരത്തിലും വേറൊന്നല്ല. മാധ്യമങ്ങളോട് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു ഷെജിലിന്റെ വാക്കുകൾ എന്താണെന്ന് അല്പസമയത്തിനകം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ പ്രതി ഷെജിലുമായി അന്വേഷണ സംഘം വാഹനത്തിൽ പുറപ്പെട്ടു കഴിഞ്ഞു. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ച് ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് ഷെജിലിനെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ദേശീയപാതയിൽ ഈ വാഹനാപകടമുണ്ടാകുന്നത്. വടകര ചേറാട് വച്ചുണ്ടായ അപകടത്തിൽ മുത്തശ്ശിക്കും പേരക്കുട്ടിക്കുമാണ് പരിക്കേറ്റത്. ഇതിൽ മുത്തശ്ശി മരിച്ചിരുന്നു. പേരക്കുട്ടി ദൃശാന ഇപ്പോഴും കോമ അവസ്ഥയിൽ തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസാദ് ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, പ്രതി ഷിജിലുമായി അന്വേഷണ സംഘം അവിടെ നിന്നും പുറപ്പെട്ടത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇയാൾ എന്തോ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ശ്രമിച്ചു, പക്ഷേ ക്ലിയർ ആയിരുന്നില്ല എന്താണ് പ്രതികരിച്ചത് എന്ന്. എന്താണ് നിലവിലെ അയാളുടെ പ്രതികരണം? പോലീസ് നടപടികൾ എങ്ങനെയാണ്? സേതുലക്ഷ്മി, എന്തുകൊണ്ടാണ് അന്ന് ഈ അപകടം ഉണ്ടായ സമയത്ത് പോലീസിൽ കീഴടങ്ങാതിരുന്നത് എന്നായിരുന്നു നമ്മൾ ആവർത്തിച്ച് ചോദിച്ചത്. അതിന് പേടിച്ചിട്ടാണ് ഇത് കീഴടങ്ങാതിരുന്നത് എന്നുള്ളതാണ് ഷെജിൽ മറുപടി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഷെജിലിനെ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്ത് വടകരയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഷാർജ ഫ്ലൈറ്റിൽ ഷെജിൽ ഇവിടെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. അപ്പോൾ തന്നെ ഇമിഗ്രേഷൻ വിഭാഗം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. എന്തായാലും പോലീസ് നടത്തിയിട്ടുള്ള ഈ അന്വേഷണത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്, കാരണം ഇത് തുടക്കം മുതൽ ഏത് വാഹനമാണ് ഇവരെ ഇടിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. പിന്നീട് നടത്തിയിട്ടുള്ള നിരവധി CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഫോൺ രേഖകൾ, അങ്ങനെ നിരന്തരം നടത്തിയിട്ടുള്ള അന്വേഷണത്തിലൊടുവിലാണ് ഏത് വാഹനമാണ് എന്ന് തിരിച്ചറിയുകയും അത് ഷെജിലാണ് ആ വാഹനം ഓടിച്ചതെന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഷെജിൽ ഇവിടെ എത്തിയിരിക്കുന്നു. ഷെജിലിനെ വടകര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. തനിക്ക് പേടി കൊണ്ടാണ് അന്ന് കീഴടങ്ങാത്തത് എന്നുള്ളതാണ് ഷെജിൽ നൽകിയിട്ടുള്ള മറുപടി. ഈ കേസ് നോക്കുകയാണെങ്കിൽ പ്രസാദ്, അതിസമർത്ഥമായ നീക്കമാണ് ഇയാൾ നടത്തിയത്. കാരണം ഈ അപകടമുണ്ടായി പിന്നീട് 9 മാസത്തിനു ശേഷമാണ് ഈ വാഹനം കണ്ടെത്താൻ പോലീസിന് സാധിച്ചത്. അതിനുശേഷവും പ്രതിയിലേക്ക് എത്താൻ ഒരു ഇൻഷുറൻസ് ക്ലെയിമാണ് വഴിത്തിരിവായതും. ഇയാൾ ഒരു ഇൻഷുറൻസ്, ഈ കാറ് അപകടത്തിന് ശേഷം പിന്നീട് ഈ കാറ്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, കറക്റ്റാണോ എന്നറിയില്ല, ഒരു മതിലിലേക്ക് ഇടിച്ച് പിന്നീട് ഇയാൾ ഒരു ഇൻഷുറൻസ് ക്ലെയിമിനായി ഒരു ഏജൻസിയെ സമീപിക്കുന്നു. ഇതൊക്കെയാണ് ഈ കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവായി വന്നതല്ലേ? തീർച്ചയായും. കാരണം ഇൻഷുറൻസ് വാഹനം ഇടിച്ചതിന് ശേഷം, മതിലിൽ വാഹനം ഇടിച്ചു, അതിനുവേണ്ടി ക്ലെയിം ചെയ്ത സമയത്താണ് അതൊരു നിർണായകമായി ഈ അന്വേഷണത്തിൻ്റെ വഴിത്തിരിവായി മാറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ അപകടം നടന്ന സ്ഥലത്ത് CCTV ദൃശ്യങ്ങളൊന്നും തന്നെ, കൃത്യമായ ദൃശ്യങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പിന്നീട് പോലീസ് നടത്തിയ ഏറെക്കുറെ അന്വേഷണ സംഘം പറയുന്നത് 19,000-ഓളം ദൃശ്യങ്ങൾ അങ്ങനെ പരിശോധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിവിധ ഫോൺ രേഖകളും മറ്റും പരിശോധിച്ചു. ഇതിൽ പലയിടങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അപൂർണമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാർ ഏതാണ് എന്നുള്ളത് വ്യക്തമാവുകയും പിന്നീട് ഈ വ്യക്തിയിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്നത് 2024 ഫെബ്രുവരി 17-ന്. അതിനുശേഷം ഈ അപകടം നടന്ന ശേഷം ഇയാൾ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. മാർച്ച് 14-ന് വിദേശത്തേക്ക് കടന്നു. പക്ഷേ അപ്പോഴും ഏത് വാഹനമാണ് ഇവരെ ഇടിച്ചതെന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത
പോലീസിന് വരുത്താൻ കഴിഞ്ഞില്ല. പ്രത്യേക അന്വേഷണ സംഘം നിരന്തരം അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ വിവിധ ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ, ശാസ്ത്രീയമായി നടത്തിയ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഈ കാറ് കണ്ടെത്തുകയും അത് ഈ വാഹനം ഓടിച്ചത് ഷെജിലാണെന്ന് വ്യക്തമാകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ ചെയ്തിട്ടുള്ള ഈ ഇൻഷുറൻസ്, ഈ വാഹനം ഇടിച്ചതിന് ശേഷം അത് മതിലിടിച്ചാണ് ഈ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള ശ്രമം, അതാണ് ഇതിലേക്ക് മറ്റൊരു വഴിത്തിരിവായി മാറിയിട്ടുള്ളത്. എന്തായാലും ഏറെക്കുറെ ഒരു വർഷത്തോളം, കഴിഞ്ഞ ഫെബ്രുവരി 17-നാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ഫെബ്രുവരി 10-ആണ്. ഏറെക്കുറെ ഒരു വർഷത്തോളം നീണ്ടുനിന്ന ഈ ഒരു സംഭവമാണ് പോലീസ് ഏറ്റവും ഒടുവിൽ നിരന്തരമായി നടത്തിയിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ ആ പ്രതിയിലേക്ക് എത്തുകയും പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വടകര പോലീസ് അല്പസമയം മുമ്പാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് തിരിച്ച് വടകരയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. തുടർ നടപടികൾ, ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇപ്പോൾ കുറ്റം ചുമത്തിയിട്ടുള്ളത്. തുടരന്വേഷണത്തിൽ മറ്റെന്തെല്ലാം വകുപ്പുകൾ ചേർക്കുമെന്നുള്ളത് തന്നെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ആ കുടുംബം പറയുന്നത് ഇയാൾ ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടി തന്നെ പെരുമാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു അപകടം നടന്നിട്ടും സാധാരണ മനുഷ്യർ ചെയ്യുന്നത് പോലെ അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനോ അല്ലെങ്കിൽ പോലീസിൽ കീഴടങ്ങുന്നതിനോ ഒരു ശ്രമവും നടത്താതെ ഇയാൾ വിദേശത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഷെജിൽ പിടിയിലായിരിക്കുന്നു. ശരി പ്രസാദ്, കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലുണ്ടായ അപകടം, ദൃശാനയും മുത്തശ്ശിയും ബസ്സിറങ്ങി ദേശീയപാത മുറിച്ചു കടക്കവെയാണ് ഈ പ്രതി ഷിജിലും കുടുംബവും സഞ്ചരിച്ച കാർ ഇവരെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ ഈ വാഹനം നിർത്താതെ പോവുകയായിരുന്നു ഈ പ്രതി. അതിനുശേഷം 9 മാസങ്ങൾക്കു ശേഷം പോലീസ് ഈ വാഹനം ഏതെന്ന് തിരിച്ചറിയുന്നു. ഈ വാഹനം തിരിച്ചറിഞ്ഞത് അതോ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഏറെക്കുറെ 1 ലക്ഷത്തോളം അടുത്ത് വരുന്ന ഫോൺ കോളുകളും അതുപോലെ തന്നെ സന്ദേശങ്ങളും ഒക്കെ പോലീസ് പരിശോധിച്ച് ഏറ്റവും ഒടുവിലാണിത് ഷെജിലിൻ്റെ കാറാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. പിന്നീട് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറത്തിറക്കിയിരുന്നു. ഇന്നിപ്പോൾ ഇയാൾ പുലർച്ചെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വച്ച് പിടിയിലാവുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ വടകര പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉറുപ്പിശ്ശേരി.